2014 മെയ് മാസത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ ബദൽഹേം സന്ദർശന വേളയിൽ ഗാസ മുനമ്പിലെ കുട്ടികളെ സഹായിക്കുന്നതിനായി ആംബുലൻസാക്കി മാറ്റിയ പോപ്പ് മൊബൈൽ ഗാസയിലേക്ക് കടക്കുന്നത് തടഞ്ഞു. ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലുള്ള റാഫ ക്രോസിംഗ് അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ മൂലമാണ് അവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നവീകരിച്ച വാഹനം കടത്തിവിടാതിരിക്കുന്നത്. ഇസ്രായേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഏകദേശം 1 ദശലക്ഷം കുടിയിറക്കപ്പെട്ട കുട്ടികൾ ഭക്ഷണമോ ശുദ്ധജലമോ അടിസ്ഥാന വൈദ്യസഹായമോ ഇല്ലാതെ ജീവിക്കുന്ന ഗാസയിലെ ഗുരുതരമായ മാനുഷിക അടിയന്തരാവസ്ഥയോട് പ്രതികരിക്കുന്നതിനായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ കാരിത്താസ് ജെറുസലേമിനെ ഈ സംരംഭം ഏൽപ്പിച്ചത്. പോപ്പ് മൊബൈൽ ഗാസയിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ഇപ്പോഴും സർക്കാർ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ അതിർത്തികൾ അടച്ചിട്ടിരിക്കുന്നു. കാരിത്താസ് ജെറുസലേമിൻ്റെ പ്രസ് ഓഫീസർ ഹാരൌട്ട് ബ്രഡോസിയൻ പറഞ്ഞു. ചില മാനുഷിക സഹായങ്ങൾ എത്തുന്നുണ്ടെങ്കിലും സൈനിക വിതരണ കേന്ദ്രങ്ങളാണ് അവ നിയന്ത്രിക്കുന്നത് എന്നും സ്ഥിതി വളരെ പ്രശ്നത്തിലായതിനാൽ ഫലപ്രദമല്ലെന്നും ബ്രഡോസിയൻ സൂചിപ്പിച്ചു. ഗാസയിൽ പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ സർക്കാർ നൽകുന്ന പെർമിറ്റുകളുടെ അഭാവമാണ് കാരിത്താസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന്. ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് പ്രവേശിക്കാൻ പെർമിറ്റ് നേടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും ദൈർഘ്യമേറിയതുമായ ഒരു പ്രക്രിയയാണ്. ഈജിപ്തിൽ നിന്ന് ഇതല്പം എളുപ്പമാണ്. എന്നാൽ നിലവിൽ എല്ലാ അതിർത്തികളും അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്.